കോൺഗ്രസ് നേതാവ് VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. അദമ്യമായ ആഗ്രഹത്തിന് അതിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ, കാലതാമസമെടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നിർണായകമായ സന്ദർഭത്തിൽ കോൺഗ്രസിനും UDFനും അനുകൂലമായ അന്തരീക്ഷം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് വന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അനുസരിച്ച് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ തയ്യാറായേ മതിയാകൂ. എല്ലാവരും തയ്യാറാകേണ്ട സന്ദർഭമാണിത്. ആ സന്ദർഭത്തിൽ ഗ്രൂപ്പ് പിടിവാശിയും കടുംപിടുത്തവും വിലപേശലും ഒക്കെ മാറ്റിവെച്ച് പാർട്ടി താൽപ്പര്യം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ വിജയം, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDFൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികളിലേക്ക് എത്രയും വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. സാധാരണ സീറ്റുകൾക്ക് വേണ്ടിയുള്ള പിടിവിലാണ് ഉണ്ടാവുന്നത്. ഇത്തവണ സീറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് കൂടുതലായി കോൺഗ്രസ്, അതൊരു പരാജയ ഭീതി കൊണ്ട് കാരണം? അല്ലാതെ ഒരിക്കലുമല്ല. അത് ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. അത് അവർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. KPCC പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. KC വേണുഗോപാലാകട്ടെ, അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹിയിൽ വളരെയേറെ ചുമതല വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമേ അല്ല. മറിച്ച് എത്രയും വേഗത്തിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിജയം കൂടുതൽ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. താങ്കളടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ടിയിരുന്നില്ലേ? അതല്ല, എൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ 2009 തന്നെ തീരുമാനിച്ചതാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യവുമായി ഒരു ബന്ധവും അതിനില്ല. 2009 അന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ നിലപാട് മറിച്ചൊന്നുമല്ല. കാരണം 25 വർഷം പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ചു, MLA ആയി, MP ആയി. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഇനി തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തീരുമാനിച്ചതാണ്. ഇപ്പോഴല്ല, 2009 തീരുമാനമെടുത്തതാണ്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് ഞാൻ മത്സരരംഗത്തുനിന്ന് മാറിയത് കൊണ്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നത്. വേണുഗോപാൽ പാർലമെൻറ്റിൽ പോയതുകൊണ്ടാണ് ശ്രീ A ഷുക്കൂറിന് അസംബ്ലിയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് വളരെ അനിവാര്യമായിട്ടുള്ള നേതാക്കന്മാരാരെങ്കിലും മത്സരിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലെങ്കിൽ അനുയോജ്യരായ മറ്റൊരാൾ ആ രംഗത്ത് വരും എന്നുള്ള ഉറപ്പെനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ മത്സരരംഗത്തില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ദയവായി കൂട്ടിക്കുഴയ്ക്കരുത്. ഈ അനുകൂല അന്തരീക്ഷം ഇപ്പോൾ നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടോ? ഇല്ല, അനുകൂല അന്തരീക്ഷം ചെറിയൊരു ആളുകൾക്ക് മനസ്സിനൊരു വിഷമമുണ്ടാക്കുന്നുണ്ട്. അത് താൽക്കാലികമാണ്. VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗ്രൂപ്പ് കടുംപിടുത്തം മൂലം സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ വേദനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ആണ് നിലവിലുള്ളത് സംസ്ഥാനത്ത്. അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അദ്ദേഹം പറയുന്നു. വിലപേശൽ മാറ്റിവെച്ച് UDF വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ എല്ലാവരും പ്രവർത്തിക്കണം എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. താൻ മത്സരിക്കാത്തതിനെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. 25 വർഷത്തെ പാർലമെന്ററി ജീവിതത്തിന് ശേഷം 2009 തന്നെ എടുത്ത തീരുമാനമാണ് ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല എന്നത്. അതിനെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ കുറിച്ച് അതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് VM സുധീരൻ മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്?
രേണുക, സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വൈകുന്നവരെ അതൃപ്തി തുറന്നു പറയുകയാണ് VM സുധീരൻ. കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ സ്ഥാനാർത്ഥികളെ വോട്ട് ജയിപ്പിക്കാൻ ജനങ്ങൾ വലിയ ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അത്തരം അനുകൂല സാഹചര്യം ഇല്ലാതാക്കുന്ന നടപടിയാണ് ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ പേരിൽ ഉണ്ടാകുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നാണ് സുധീരന്റെ ആവശ്യം. എത്രയും വേഗം നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഉണ്ടാകാൻ പോകുന്ന സർക്കാരിന് പിന്തുണ നൽകേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. അതിനുള്ള നടപടി നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് സുധീരന്റെ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി ചില സീറ്റുകളെ ചൊല്ലി വൈകുന്നതിനെ അതൃപ്തി തുറന്നു പറയുകയാണ് VM സുധീരൻ ചെയ്തിരിക്കുന്നത്. തന്നെ താനടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് മാറി എന്നതിനെ സുധീരൻ ന്യായീകരിക്കുന്നു. അതും ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതല്ല. പകരം ഉചിതരായ സ്ഥാനാർത്ഥികളെ, അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ ഈ സീറ്റുകളിലേക്ക് എത്രയും വേഗം കണ്ടെത്തണം. ആ അനുകൂല സാഹചര്യത്തിൽ ചില ആൾക്കാർക്ക് വിഷമം വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ അത് ഉടൻ അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥികളെ ഉടൻ കണ്ടെത്തണമെന്നാണ് സുധീരന്റെ ആവശ്യം. അരുൺ, KC വേണുഗോപാൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ മാറി നിന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നില്ല. ഇപ്പോൾ ഗ്രൂപ്പ് പോര് നടക്കുന്നു സീറ്റുകൾക്ക് വേണ്ടി, അതിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിലപാട്. KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ മാറി നിന്നതിൽ പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ സീറ്റുകളിലേക്ക് ആളുകളെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ പേരിലാണ്. വയനാട് സീറ്റിനെ ചൊല്ലിയാണ് ഏറ്റവും അധികം തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഇത് അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് സുധീരന്റേത്. എത്രയും വേഗം അവിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം. തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് വലിയ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും. അത് അനുവദിക്കാൻ പാടില്ലെന്നാണ് സുധീരന്റെ പക്ഷം. സീറ്റ് നിർണയത്തിൽ വൈകുന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണവും. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വയനാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ്. വയനാട് T സിദ്ദിഖ് തന്നെ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല അതൃപ്തി പ്രകടിപ്പിച്ചു. വയനാട് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ I ഗ്രൂപ്പും ഉറച്ചു നിൽക്കുകയാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും മത്സരിക്കുമെന്ന് തീരുമാനമായി. കേരളത്തിലെ സീറ്റ് തർക്കത്തിൽ പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആന്ധ്രയിലെ സീറ്റ് ചർച്ചകൾക്കായി എത്തിയതാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നം വേണ്ട. ഹൈക്കമാൻഡിൽ ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. 2 തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടും ഇപ്പോഴത്തെ ചർച്ചകളെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. രമേശ് ചെന്നിത്തല ഇപ്പോൾ ചർച്ചകൾ പൂർത്തിയാക്കി ഡൽഹിയിൽ നിന്ന് മടങ്ങിയെന്നും അറിയുന്നു. AI വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ കടുംപിടുത്തം തുടരുകയാണോ? രേണുക, കടുംപിടുത്തം തുടരുകയാണ്. എ ഗ്രൂപ്പിന് വേണ്ടി ഉമ്മൻചാണ്ടി തന്നെ ഇന്നത്തെ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് T സിദ്ദിഖിന് വയനാട് സീറ്റ് നൽകണം എന്നാണ്. ഇന്നിപ്പോൾ അവസാന വട്ട ചർച്ചയാണ്, അനുനയ ശ്രമമാണ് ഡൽഹിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിൽ നടന്നത്. അരമണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ മുല്ലപ്പള്ളി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. എന്നാൽ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വിമാനം 2:10 ഇന്ന് കേരളത്തിലേക്ക്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് മടങ്ങി. അതിനുശേഷം 10 മിനിറ്റിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും പുറത്തെത്തിയത്. ചർച്ചയിലെ തീരുമാനത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി കൃത്യമായി മറ്റു വിവരങ്ങൾ പറയാൻ തയ്യാറായില്ല. ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉമ്മൻചാണ്ടി ആകട്ടെ താൻ ചർച്ചയ്ക്കായി എത്തിയത് ആന്ധ്ര വിഷയത്തിലാണ്, കേരള വിഷയത്തിൽ ചർച്ചയ്ക്കല്ല താൻ വന്നതെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇന്നലെയും ഇന്നുമായി ഇത് 3-ാം തവണയാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ കേരള വിഷയത്തിൽ ചർച്ചയ്ക്കായല്ല ഡൽഹിക്ക് വന്നതെന്ന് ആവർത്തിക്കുന്നത്. അതായത് അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വയനാട് സീറ്റ് T സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പരോക്ഷമായും അദ്ദേഹം പറയുന്നത്. ഏതായാലും നിലവിൽ ഈ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ വയനാട് സീറ്റ് T സിദ്ദിഖിന് നൽകണമോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും. സിദ്ദിഖിന്റെ പേരിന് പുറമെ KP അബ്ദുൾ മജീദ്, VV മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിലുണ്ട്. അതിൽ VV പ്രകാശ് സമവായ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നത്. ആന്റണി അടക്കമുള്ളവർ VV പ്രകാശിനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. A ഗ്രൂപ്പുകാരനാണെങ്കിലും I ഗ്രൂപ്പിന്റെ ചെറിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നതും ഈ സമവായ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും VV പ്രകാശാണോ T സിദ്ദിഖാണോ KP അബ്ദുൾ മജീദാണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമമായ തീരുമാനമെടുക്കും. ഇന്ന് വൈകിട്ടിനകം പട്ടിക ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഷാനിമോൾ ഉസ്മാന്റെ പേര് മറ്റൊരു സാധ്യതയായി I ഗ്രൂപ്പ് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. നിലവിലെ സൂചനകൾ പ്രകാരം ഷാനിമോൾ ഉസ്മാൻ
ആലപ്പുഴയിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കും. ഒപ്പം വടകരയുടെ കാര്യത്തിലാണ് ഇനിയും അനിശ്ചിതത്വം നീളുന്നത്. ടി സിദ്ദിഖിന് വയനാട് സീറ്റ് നൽകുന്നില്ല എങ്കിൽ സിദ്ദിഖിനെ വടകര സ്ഥാനാർത്ഥിയാക്കാനായിരിക്കും ശ്രമം. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും വയനാട്, വടകര സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നതിലേക്ക് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് VT ബൽറാം. അടുത്ത പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയുടെ പ്രതിനിധി കൂടിയാവുന്നത് ഇന്ത്യ എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുമെന്നും ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന് വിളനിലമാകാൻ എന്തുകൊണ്ടും അനുയോജ്യം കേരളത്തിന്റെ മണ്ണാണെന്നും VT ബൽറാം പറയുന്നു. കണ്ണൂർ കടമ്പൂർ ഹൈസ്കൂളിന് സമീപം UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. രാജീവ് ഭവന് സമീപം സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം. പ്രചാരണ ബോർഡും പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സ്ഥാപിച്ച ബോർഡും കൊടിതോരണങ്ങളുമാണ് നശിപ്പിച്ചത്. പ്രചാരണ ബോർഡ് നശിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. സാമൂഹ്യ വിരുദ്ധ നടപടിക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം പ്രസിഡന്റ് CO രാജേഷ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ടോം വടക്കൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം. അത് തീർച്ചയായും അവരുടെ ഡിസിഷനാണ്. ആൻഡ് എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ ഒരു അസസ്മെന്റ് ഉണ്ട്. ആ അസസ്മെന്റ് ഞാനായിട്ട് ഇൻഫ്ലുവൻസ് ആയതോ അത് നമ്മുടെ പാർട്ടിയുടെ പൊസിഷൻസ് ജനറലി പ്രൈം മിനിസ്റ്റർ തൊട്ട് പ്രസിഡന്റ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ പാൻ ഇന്ത്യൻ ഇമേജും പിന്നെ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന അത് RSSന്റെ ആയാലും അതൊക്കെയാണ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. അതിൻ്റെ ബേസിസ്മേയാണ് ഞാൻ വന്നിരുന്നത്. അത് ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ കോൺഷ്യസ് ഡിസിഷൻ അവരുടെയാണ്. നാളെ അവർ എന്നെ ബ്ലെയിം ചെയ്യരുത്. കാരണം അവർ വന്നിരിക്കുന്ന കോൺഷ്യസ് ഡിസിഷനാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്തു. ഞാൻ എക്സാമ്പിൾ സെറ്റ് ചെയ്തത് മൈനോറിറ്റിയുടെ ഒരു ഫോബിയ ഉണ്ടായിരുന്നു. ഇവിടെ മൈനോറിറ്റീസിന് സ്ഥാനവും ഇല്ല. പക്ഷെ ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ ആ ഒരു ഒരു പരിവാറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിക്സും കണ്ടു കഴിഞ്ഞ് പിന്നെ എനിക്ക് വിശ്വാസമായി ഇത് എൻ്റെ ഒരു ഹോം റിട്ടേൺ ടു മൈ ഹോം എന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം ആ പരിവാറിൻ്റെ സ്നേഹം എന്നെ ടച്ച് ചെയ്തു. അത് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പാർട്ടിയിലാണ് നിന്നത്. അവിടെ ഒന്നും ഞാനിത് കണ്ടില്ല. ഒരു കോൺഷ്യസ് എഫേർട്ട് ഓഫ് ബിലോങ്ങിങ് അത് ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. ഞാൻ വേറെ പാർട്ടികളിൽ പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ കണ്ടു ആ സ്നേഹം, ആ വേണ്ടി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. 20 വർഷത്തോളം എനിക്ക് തോന്നുന്നു എന്റെ കണക്കാണ് 20 വർഷത്തോളം കോൺഗ്രസിൽ സജീവമായിട്ട് നിന്നു. പക്ഷേ ഒരാഴ്ച കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന ടോം വടക്കൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് പരിഗണിച്ചിരുന്ന വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്റർ. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് കുറ്റ്യാടിയിൽ പ്രതിഷേധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എതിരാളിക്ക് വഴങ്ങുന്ന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററിൽ പരാമർശമുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെയാണ് വിദ്യയുടെ പേര് ഉയർന്നുവന്നത്. എന്നാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമോ എന്ന ആശങ്ക വടകരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇതിനിടെയാണ് പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരായ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിനെതിരെ 198 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. മിന്നൽ ഹർത്താൽ വിലക്കിയുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നായിരുന്നു ഡീൻ കോടതിയിൽ നൽകിയ വിശദീകരണം. ഇടുക്കി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ്. തൃശൂരിലൊഴികെ മറ്റെല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് തീരുമാനമായതായി BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള. തൃശൂർ സീറ്റിനെ ചൊല്ലി തർക്കമില്ലെന്നും 3-4 ഓപ്ഷനുകൾ ഉള്ളതിനാൽ ചർച്ചകൾ നടക്കുകയാണെന്നും ശ്രീധരൻപിള്ള ഡൽഹിയിൽ പറഞ്ഞു. തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ ഒരന്തിമ തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അത് ഏത് പാർട്ടി അവിടെ മത്സരിക്കണമെന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. ബാക്കി സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാം ധാരണയായിട്ടുണ്ട്. പ്രൊപ്പോസൽസ് ഉള്ളതുകൊണ്ട് ആ പ്രൊപ്പോസലിനെ സംബന്ധിച്ചിടത്തോളം BDJs ഇന്ന് ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ച ശേഷം പറയാൻ സാധിക്കും.
തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ NDA സ്ഥാനാർത്ഥി. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞിരുന്ന തുഷാർ BJP സമ്മർദ്ദത്തെ തുടർന്നാണ് തൃശൂരിൽ ഇറങ്ങുന്നത്. സംവരണ മണ്ഡലങ്ങളായ ആലത്തൂർ, മാവേലിക്കര മണ്ഡലങ്ങളിൽ BDJS മത്സരിക്കും. മാവേലിക്കരയിൽ തഴവ സഹദേവനും ആലത്തൂരിൽ TV ബാവുമാണ് സ്ഥാനാർത്ഥികൾ. എറണാകുളം സീറ്റിൽ BJP സ്ഥാനാർത്ഥിയായി ടോം വടക്കൻ മത്സരിച്ചേക്കും. കൊല്ലത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെയും പരിഗണിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും MT രമേശും ഇത്തവണ മത്സരിക്കില്ലെന്നാണ് സൂചന. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, അവസാന നിമിഷം വലിയ മാറിമറിച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? രേണുക, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ വാർത്താ സമ്മേളനം ഡൽഹി കേരള ഹൌസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി അനുമതി നൽകേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതിൽ ധാരണയിലെത്തുകയും ഈ പട്ടിക ഇന്നലെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം തൃശൂരിൽ BDJS ആയിരിക്കുമോ മത്സരിക്കുക എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായി തീരുമാനമായിട്ടില്ല. BJP ദേശീയ നേതൃത്വം ഇന്ന് BDJS നേതാക്കളുമായി ചർച്ച നടത്തും എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു രൂപരേഖ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉൾപ്പെടെയുള്ളവ ശ്രീധരൻപിള്ളയോട് ആരായുകയും ചെയ്തിരുന്നു. കാരണം പത്തനംതിട്ടയിൽ ആരായിരിക്കും മത്സരിക്കുക എന്ന ചോദ്യത്തിനടക്കം അദ്ദേഹം നൽകിയത് അവിടെ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി തന്നെയായിരിക്കും മത്സരിക്കുക, എല്ലാ മതവിഭാഗങ്ങളുടെയും വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ആയിരിക്കും എന്ന് പറയുന്നു. മറ്റ് അഭ്യൂഹങ്ങൾ ഇങ്ങനെയാണ്. ആറ്റിങ്ങലിൽ നിന്ന് K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളതാണ്. എന്നാൽ K. സുരേന്ദ്രനും പത്തനംതിട്ടയിലോ തൃശൂരിലോ മാത്രം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന നേതാവാണ്. RSSന്റെ പൂർണ്ണമായ പിന്തുണയും ഈ വിഷയത്തിൽ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദം RSS ശക്തമാക്കുന്നുണ്ട് താനും. മറ്റൊന്ന്, എറണാകുളത്ത് നിന്ന് ടോം വടക്കനായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്ന് അൽഫോൺസ് കണ്ണന്താനം. ഇത്തരത്തിലാണ് പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് എന്ന് സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വാർത്താ സമ്മേളനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ പുറത്തു പറയുന്നത് പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയുള്ള പട്ടികയാണ് തയ്യാറാകുന്നത് എന്നും ഇതിൽ നാളെ തന്നെ അന്തിമ തീരുമാനമെടുത്ത പ്രഖ്യാപനം നടത്തുമെന്നുമാണ് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രഖ്യാപനം എന്തായാലും നാളെ ഉണ്ടാകുമെന്നാണ് KP അഭിലാഷ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. TG സജിത്ത് കൂടി ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സജിത്ത്, പ്രധാന നേതാക്കൾക്കൊക്കെയും അവർ ആഗ്രഹിച്ച സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ധാരണയനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിലെ BJPയെ സ്വാധീനിക്കുക? രേണുക, BJPയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ ആകെ തന്നെ കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. കാരണം സംസ്ഥാനത്ത് പ്രാദേശിക നേതൃത്വങ്ങളിൽ നിന്നും ലിസ്റ്റ് വാങ്ങി സ്ഥാനാർത്ഥി പരിഗണിക്കേണ്ടവരുടെ ലിസ്റ്റ് വാങ്ങിയാണ് സംസ്ഥാന നേതൃത്വം ഇത് കേന്ദ്ര കമ്മിറ്റിക്ക് കൈമാറുന്നത്. സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ട പേര് K. സുരേന്ദ്രന്റേതായിരുന്നു. പക്ഷേ K. സുരേന്ദ്രൻ പോലും മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം അങ്ങേയറ്റം തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ K. സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത പോലുമില്ല. കാരണം പത്തനംതിട്ടയോ തൃശ്ശൂരോ പോലെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലേക്ക് K. സുരേന്ദ്രന്റെ പേരുകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നു. പക്ഷേ ഇവിടെ രണ്ടിടത്തും മത്സരിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയുടെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, തൃശ്ശൂർ സീറ്റ് BDJSന് നൽകുന്നതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കും ഇവിടെ മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുരേന്ദ്രൻ മത്സരിക്കില്ല. ഇതിന് പുറമെ മറ്റ് രണ്ട് ജനറൽ സെക്രട്ടറിമാരും മത്സരരംഗത്തുണ്ടാവില്ല. MT രമേശും ശോഭാ സുരേന്ദ്രനും ഇരുവരും മത്സരരംഗത്തുണ്ടാവില്ലെന്ന കാര്യത്തിലും ഏറെക്കുറെ ഉറപ്പുണ്ടായിട്ടുണ്ട്. പുതിയതായി ചില പേരുകൾ കടന്നു വന്നതാണ് ഈ ലിസ്റ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കിടവെച്ചത്. അതിലൊന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ, അടുത്തിടെ BJPയിൽ വന്ന മുൻ PSC അധ്യക്ഷൻ, മറ്റൊന്ന് ടോം വടക്കൻ. ഈ രണ്ട് പേരുകളെയും ഇവർക്ക് പരിഗണിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ലാത്ത അൽഫോൺസ് കണ്ണന്താനത്തെ വീണ്ടും സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയാക്കുക, കൊല്ലത്ത് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നുമുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. TG സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വെസ്റ്റ് നൈൽ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈറസ് ബാധ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതല്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വളരെ നന്നായിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനെ വളരെ വിജിലന്റായി നിർത്താൻ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുൻകരുതൽ നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്.
പക്ഷെ ആരോഗ്യവകുപ്പ് പറയുന്നത് പൊതുജനങ്ങളും അത് ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. എവിടെയെങ്കിലും കൊതുകിന്റെ സാന്നിധ്യം കണ്ടാൽ കൊതുകിനെ ഇല്ലാതാക്കുന്നതിന് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ജനങ്ങളും എല്ലാം ചേർന്നിട്ട് ഇടപെടണം. പേടിക്കാനൊന്നുമില്ല. ഇത് അങ്ങനെ വ്യാപകമായി ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്നതല്ല. കൊതുക് നശീകരണം തന്നെ നടത്തിയാൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന് മലപ്പുറം ഡിഎംഒ ഡോക്ടർ സക്കീനയും പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡിഎംഒയും മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയും വ്യക്തമാക്കി. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്. നമുക്ക് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. നമ്മുടെ ജില്ലയിൽ ഒരു കേസുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 150ഓളം കേസുകൾ സബ് ക്ലിനിക്കലായിട്ട് വരുമ്പോഴാണ് ഒരു കേസ് നമുക്ക് കിട്ടുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിലും നമ്മുടെ ആശുപത്രികളിലും ഒക്കെ ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഹൈലി അണ്ടർ കൺട്രോൾ. സിറ്റുവേഷൻ നമുക്ക് അണ്ടർ കൺട്രോളാണ്. ഓൾറെഡി സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഏരിയാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.